ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെസ്റ്റ് ഓഫ് ഹങ്കർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് യമനി സ്റ്റൈൽ ചിക്കൻ സുർബിയാൻ റൈസാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യുക. രണ്ടും കൂടി നന്നായി ചൂടാവുമ്പോൾ 6 സബോള നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അത് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ലപോലെ ഇളക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വളരെ നൈസായിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. അധികം ഡാർക്ക് ബ്രൗൺ ആവാൻ നിൽക്കണ്ട. അതിന് മുന്നത്തെ ഒരു സ്റ്റേജ് ആകുമ്പോൾ എടുക്കുക, പിന്നെ അത് അവിടെ ഇരുന്നിട്ട് മുരിഞ്ഞോളും. അങ്ങനെ ആ 6 സബോളയും നമ്മളങ്ങനെ ലൈറ്റ് ബ്രൗൺ ആയിട്ട് എടുക്കുക. ഈ ഉപയോഗിക്കുന്ന ഓയിൽ കൊണ്ട് തന്നെയാണ് നമ്മൾ ബാക്കി എല്ലാ എന്താ പറയുക കറിക്കും റൈസിനും ഒക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത്ര ഓയിൽ അധികമൊന്നും ആവില്ല. അങ്ങനെ എല്ലാം ഒരേ അളവിൽ ഫ്രൈ ചെയ്തെടുക്കുക. അധികം ഡാർക്ക് ബ്രൗൺ ആവണ്ട. ഇനി നമ്മൾ ചോറ് വേവിച്ചെടുക്കുകയാണ്. 1 കിലോ അരിയാണ് അതിനെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് നമ്മൾ ആവശ്യത്തിന് വെള്ളം വയ്ക്കുക. 3 കഷ്ണം പട്ട, 4 കരയാമ്പൂ, പിന്നെ ഈ ഫ്രൈ ചെയ്ത ഓണിയൻ്റെ കുറച്ച് ഓയിൽ ചേർക്കുക, കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അടച്ചു വയ്ക്കുക. അത് അവിടെ നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമ്മൾ 1 കിലോ അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. വേറൊരു പാൻ വെച്ചിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ അതിലേക്ക് ആഡ് ചെയ്യുക. അതിലേക്ക് ചിക്കൻ ഇടുക. നമ്മൾ മസാലയൊന്നും ചേർക്കാത്ത ചിക്കനാണ് അതിലേക്ക് ഇടുന്നത്. ആ ചിക്കൻ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ ആ കളറൊക്കെ മാറി ഒരു വൈറ്റിഷ് കളറായിട്ട് അത് വരണം. അതുവരെ അത് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത്. നല്ലപോലെ ഒന്ന് ഇളക്കി ചൂടാക്കി കൊടുക്കുക. ഫ്രൈ ആവണം അത്. ആ കളർ മാറുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കുക. ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്യുമ്പോഴാണ് അതിലേക്ക് ഉപ്പ് നന്നായി പിടിക്കുക. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി. ഇനി എരിവ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടുതൽ ഇടാം. നമ്മൾ ഓൾറെഡി മുളക് പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അറബിക് മസാലയും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. അറബിക് മസാലയോ മന്തി മസാലയോ ഏത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്താലും മതി. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതും ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കുക. ഇളക്കിയിട്ട് ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും. അപ്പോൾ ഒരു 3 ഉരുളക്കിഴങ്ങ്, വലുതാണെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ അങ്ങനെ തന്നെ ഇടാം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെക്കുക. ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ സബോളയിൽ നിന്ന് ഒരു 3/4 ഭാഗം, ഫുൾ എടുത്താലും കുഴപ്പമില്ല, കുറച്ച് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചത്, കുറച്ച് തൈര്, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റാക്കുക. വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അരച്ചതിന് ശേഷം ആ മിക്സ് നമ്മൾ ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഓൾറെഡി ചിക്കനിൽ നിന്ന് വെള്ളം വരും. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ മസാലയും ഒരു ഭാഗത്ത് ആയിട്ടിരിക്കാതിരിക്കാനും ചിക്കനൊക്കെ നന്നായി വേവാനും വേണ്ടിയിട്ടാണ്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ആ സമയം കൊണ്ട് നമ്മൾ അരി ഏകദേശം വെന്തിട്ടുണ്ടാവും. ഒരു 80% ഒക്കെ വെന്താൽ മതി. അത് അരി ഊറ്റിയെടുക്കുക. നമ്മൾ അധികം വേവണ്ട, കാരണം നമുക്ക് ആ മസാലയിൽ ഇട്ടിട്ട് ദം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അധികം വേവണ്ട. ഒരു 80% ഒക്കെ അരി വെന്താൽ മതി. ഇനി അത് ചിക്കൻ്റെ മിക്സ് ഏകദേശം വെന്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഓൾറെഡി മല്ലിയില അരച്ചതിൽ ചേർത്തിട്ടുണ്ട്. എന്നാലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നുകൂടി നമ്മളത് ഇടുക. എന്നിട്ട് ബോയിൽ ചെയ്തിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക. ഒരു ലെയറായിട്ട് ഇട്ട് അതിൻ്റെ മുകളിൽ വറുത്ത് വെച്ചിരിക്കുന്ന സബോളയും കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. ആ സ്റ്റെപ്പ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ അതിൻ്റെ മുകളിൽ വീണ്ടും ചോറ് ഇട്ടിട്ട് വീണ്ടും മല്ലിയിലയും സബോളയും കൂടി ഇട്ട് നമ്മളത് അടച്ചു വെച്ചിട്ട് ഒരു
20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് പ്ലെയിൻ വൈറ്റ് റൈസ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലത്തെ കുറച്ച് ചോറ് മാറ്റി വയ്ക്കുന്നുണ്ട്. അതൊരു പാത്രത്തേക്ക് മുകളിൽ നിന്ന് അപ്പോൾ കുറച്ച് വൈറ്റ് റൈസും കുറച്ച് മസാല റൈസും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല നമുക്ക് സെർവ് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് മാറ്റണം എന്നൊരു നിർബന്ധമില്ല. എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ നോക്കുക. ഞാനിവിടെ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഉണ്ട്. നമ്മളത് സെർവ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. താങ്ക് യു. ചാനൽ